ഹലോ ഫ്രണ്ട്സ്, റോക്ക് സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. കുറേ കാലത്തിന് ശേഷം ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോവുകയാണ്. വിജയ് അഭിനയിച്ച വെങ്കട് പ്രഭു ഡയറക്റ്റ് ചെയ്ത ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന മൂവി കാണാനാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാവരും വിജയ് ഫാനാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വിജയുടെ സിനിമ ഇറങ്ങി ആദ്യം തന്നെ പോയി കാണുന്നതാണ്. പ്രത്യേകിച്ച് ഞാൻ ഫസ്റ്റ് ഷോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്രാവശ്യം എന്തോ നടന്നില്ല. സിനിമ ഇറങ്ങി 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണാൻ ചെല്ലുന്നത്. വിജയുടെ സിനിമ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആഘോഷമാണ്. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ടും അങ്ങനെ ഫ്ലക്സും ബാനറും ഒക്കെ ആയിട്ട് ഒരു പൂരത്തിൻ്റെ ഒരു പ്രതീതിയാണ് തിയേറ്ററിലൊക്കെ ഉള്ളത്. പാലക്കാട് ടൗണിൽ തിയേറ്റേഴ്സിൽ ഷോസൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങളുടെ ഫേവറേറ്റായ ആവിഷ്കാർ തിയേറ്ററിലാണ് ഞങ്ങൾ ഇപ്രാവശ്യം ബുക്ക് ചെയ്തത്. പാലക്കാട് കോട്ടായിലാണ് ഈ തിയേറ്റർ ഉള്ളത്. നല്ല ക്വാളിറ്റിയുള്ള തിയേറ്ററാണ്. ആംബിയൻസും നല്ലതാണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഞങ്ങൾക്കും ഏറ്റവും ഫേവറേറ്റായ തിയേറ്റർ കൂടിയാണിത്. തിയേറ്ററിൻ്റെ ആംബിയൻസ് തന്നെ കൊള്ളാട്ടോ. ഒരു പഴയ പ്രൊജക്ടറൊക്കെ വെച്ച് അതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ നന്നായി ചെയ്തിട്ടാണ് ഈ തിയേറ്റർ ഒരുക്കി വെച്ചേക്കുന്നത്. കുട്ടികൾക്കും ഇതൊക്കെ കാണുമ്പോൾ നല്ല കൗതുകമാണ്. പണ്ട് നമ്മളൊക്കെ സിനിമ കണ്ടിരുന്നത് ഈ പ്രൊജക്ടേഴ്സിലാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതൊക്കെ ഏതാണ്ടുള്ള ഐഡിയ ഒക്കെ എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ കുട്ടികൾക്കും പറഞ്ഞു കൊടുത്തായിരുന്നു. ഇതൊക്കെ കണ്ടു നിന്നപ്പോഴത്തേക്കും നമ്മുടെ മൂവി ടൈമായി. ചുമ്മാ അങ്ങനെ വെറും കൈ വീശി മൂവി കാണാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെയുള്ള കുറച്ച് സ്നാക്സൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ ട്രേ ഒക്കെ ആക്കി സെറ്റാക്കി അകത്തേക്ക് കയറുകയാണ്. ഇതൊക്കെ കണ്ടാൽ തോന്നും സ്നാക്സ് കഴിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തിയേറ്ററിലേക്ക് വന്നതെന്ന്. സത്യം പറയുകയാണെങ്കിൽ അതിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ആട് 2-ൽ പൊന്നമ്പലം പറഞ്ഞ പോലെ ഇതെല്ലാം ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലേ. അപ്പോൾ തിയേറ്ററിലൊക്കെ കയറി ഞങ്ങൾ സീറ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ഒന്ന് സെറ്റാക്കി ഇരുന്നപ്പോഴത്തേക്കും മൂവി തുടങ്ങി കേട്ടോ. നമ്മൾ ഹാപ്പി ആയിട്ട് വരുമ്പോൾ നമ്മൾ വെറുപ്പിക്കുന്ന പുകവലിയുടെ പരസ്യമൊക്കെ കണ്ട ശേഷം മൂവി പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളുടെ എൻ്റർടൈൻമെൻറ്റും സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഫുഡൊക്കെ കഴിച്ചു തുടങ്ങി. മൂവി തുടങ്ങിയത് മുതൽ നല്ല ഹൈ പേസിലാണ് മൂവിയുടെ ട്രാവലിങ്. പൊതുവെ വിജയ് മൂവീസിന് ലോജിക്കോ കഥയോ ഒന്നും ആവശ്യമില്ല. ഫുള്ള് മസാലയാണ്. ഫൈറ്റും ഡാൻസൊക്കെ ആയിട്ട് ശരിക്കും സമയം പോയത് തന്നെ അറിഞ്ഞില്ല. അങ്ങനെ പെട്ടെന്ന് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഞങ്ങൾക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. ഞങ്ങൾ വീണ്ടും ആ കടയിൽ തന്നെ തിരിച്ചു വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ വീണ്ടും ഓർഡർ ചെയ്തു. ഈ മൂവിയുടെ സെക്കൻഡ് ഹാഫും കൂടി തിന്ന് തീർക്കണ്ടേ എന്നുള്ള മട്ടിലാണ് ഞങ്ങൾ നടന്നത്. സാധാരണ ഐസ്ക്രീം ഓർഡർ ചെയ്യാറ്. ഇപ്രാവശ്യം കുട്ടികൾക്ക് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. ചെറിയ ചുമയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഐസ്ക്രീമൊന്നും ഓർഡർ ചെയ്തില്ല. ഐസ്ക്രീമിന് പോലും ഇച്ചിരി പോപ്കോൺ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ കുറേ സംഘടനകൾ നടന്ന സെക്കൻഡ് ഹാഫും കഴിഞ്ഞു. മൂവി നന്നായിരുന്നു. പിന്നെ എല്ലാ വെങ്കട് പ്രഭു സിനിമയിലും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ കുറച്ച് ഫണ്ണി മൂമെൻറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്തൊക്കെ കാണിക്കാറുണ്ട്. അത് കുറച്ചും കൂടി ഫണ്ണിയായിട്ട് തോന്നി. അതും ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. ഇനി മൂവിയെക്കുറിച്ച് പറയാം. വിജയ് സിനിമയുടെ ഒരു സ്ഥിരം പാറ്റേണൊക്കെ തന്നെയാണ് ഈ മൂവിയിലും ഉള്ളത്. പിന്നെ വലിയ ഡയറക്ടർ ബ്രില്യൻസോ വലിയ സ്റ്റോറി ലൈനോ ഒന്നും ഇല്ലാത്തൊരു മൂവിയാണ്. പക്ഷെ ബോറടിക്കാതെ നമ്മൾ എൻ്റർടൈൻഡ് ആയിട്ടിരിക്കും. കുട്ടികളൊന്നും തീരെ ഉറങ്ങിയില്ല. വേറെ മൂവീസിനൊക്കെ നൈറ്റ് ഷോ പോകുമ്പോൾ കുട്ടികൾ സാധാരണ ഉറങ്ങാറുണ്ട്. അവർ തീരെ ഉറങ്ങിയില്ല. ഫുള്ളി എൻ്റർടൈൻഡ് ആയിട്ടിരുന്നു. ഇത് തന്നെയാണ് വിജയ് സിനിമയുടെ വിജയവും. ഘനകെട്ടി അഭിപ്രായങ്ങളൊന്നും പറയാതെ, ഡെപ്ത് കൂട്ടി കീറി മുറിക്കാതെ, കലാമൂല്യത്തെക്കുറിച്ച് അഭിപ്രായം പറയാതെ, ഇതൊരു എൻ്റർടൈനറാണ്, ജസ്റ്റ് എൻ്റർടൈനറാണെന്ന് മാത്രം കരുതിയാൽ മതി. ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ട എല്ലാ ഘടകങ്ങളും ഈ മൂവിയിലുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം തിയേറ്ററിൽ പൊതുവെ ആളുകൾ കുറവാണ്. സിനിമയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന കുറേ ആളുകൾക്ക് അത് വല്ലാത്തൊരു ഇമ്പാക്റ്റാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സിനിമ പോയി തിയേറ്ററിൽ തന്നെ കാണണം. എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. അതേപോലെ ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.